ആരടി മണ്ടൻ? ആരടി മണ്ടൻ? ആരടി മണ്ടൻ? ആരടി മണ്ടൻ? ആ ഓക്കെ. എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലക്സ എവിടെ, അലക്സ എവിടെയെന്ന്. പക്ഷെ എനിക്കും ഒരു ചോദ്യം ചോദിക്കാനുണ്ട്, എൻ്റെ മെമ്മറി കാർഡ് എവിടെ? ആ കള്ള ലക്ഷണം കണ്ടാലേ അറിയാം കാർഡ് എടുത്തത് നീയാന്ന്. എവിടെ എൻ്റെ മെമ്മറി കാർഡ്? എൻ്റെ മെമ്മറി കാർഡ് എന്തി? എൻ്റെ മെമ്മറി കാർഡ് എന്തി? എവിടെ? എവിടെയുണ്ട്? കട്ടിലിൻ്റെ അടിയിലോ? ആരോട് ചോദിച്ചിട്ടോ കൊണ്ടുവച്ചത്? ആരോട് വെച്ചിട്ട് കൊണ്ടുവച്ചു? മെമ്മറി കാർഡ് സേഫ് ആണ്. ബൈ ദ വേ, ഇതാണ് ലയ, ഓൾസോ നോൺ ആസ് അലക്സ. എന്റെ ചേട്ടന്റെയും ചേച്ചിയുടെയും ഒരേ ഒരു മോളാണ്. ഈ ചെറിയ ചെറിയ സാധനങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നതാണ് ആളുടെ മെയിൻ ഹോബി. അതൊക്കെ ആണെങ്കിലും ഈ കുറിപ്പ് വീട്ടിലില്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റും ഇല്ല. കാരണം അവളിപ്പോ ചേച്ചിയുടെ വീട്ടിലാണ്. ഞാനും അമ്മയും കൂടെ ഇന്ന് കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. അമ്മയ്ക്ക് എന്നെ പറ്റി എന്താ അഭിപ്രായം? നല്ല മോനല്ലേ, ഇതിനെ കുറിച്ച് എന്നാ പറയാനുണ്ട്? ചുമ്മാ മുടിയും നീട്ടി വളർത്തി ചുമ്മാ നേരാപ്പാരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക, വേറെ പണിയൊന്നും ഇല്ലല്ലോ. എന്റെ പ്രായത്തിലുള്ള പിള്ളേരെല്ലാം കല്യാണവും കഴിച്ച് എന്തായിട്ട് നടക്കുക നല്ലതായിട്ട്. നിനക്ക് ഒരു തേരാപ്പാര കൂട്ടുകാരുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ഇതല്ലേ നിന്റെ പണി? നിനക്ക് ലൈൻ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ. ആ സിഗ്മ. അപ്പൊ ഇന്ന് നമ്മൾ അലക്സനെ വിളിക്കാൻ പോവാണ്. അലക്സനെ വിളിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോകും അല്ലേ? എന്നേലൊന്ന് മൊഴി. ആ നമുക്ക് കുഞ്ഞിനെ ആയിരിക്കാം. കൈ പിടിക്കും. ഓ ശരി ശരി. നിങ്ങളൊരു അമ്മയാണോ? എന്റെ കൊണ്ട് മതി മതി. ആ gonna get it right now. I wanna push all the limits with you right now. കുഞ്ഞ് എന്നാക്കുമായിരുന്നു? ഉമ്മായിരിക്കുമായിരുന്നു. ഉടുപ്പൊക്കെ മാറിയില്ലോ? എവിടെ പോവാനാ? എവിടെ പോവാ? എവിടെ പോവാ? അമ്മച്ചിയുടെ ഇരിക്കുവല്ലേ? പോവാം. ഞാൻ പറ്റിച്ച നിന്നെ കൊണ്ടുപോകുന്നില്ല. നിന്നെ കൊണ്ടുപോകുന്നില്ല. അമ്മച്ചിയുടെ കൂടെ വിളിക്കുവാണേ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ തിരിച്ചു വന്നുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് കാറ് നിർത്തി. അമ്മ എന്തോ സാധനം മേടിക്കാൻ പോയി. അടുത്ത 10 സെക്കൻഡിൽ തന്നെ ഈ കുറിപ്പ് എനിക്കിവിടെ ഒരു ചെറിയ പണി തന്നു. ചുമ്മാരിടാ, നീ ആവശ്യമില്ലാത്ത വള്ളിയൊക്കെ പിടിക്കൂ. ആ ഹലോ പറഞ്ഞത് വഴിയെ പോയ ഏതോ ഒരു ചേച്ചിയോടാണ്. ചേച്ചിയല്ല, ഏതോ ഒരു പെൺകുട്ടി. ഇനി അവിടെ നിന്നാൽ ശരിയാവത്തില്ലെന്ന് തോന്നിയതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് വീട്ടിലെത്തി. വരത്തില്ലേ? ബാ ബാ വരാൻ. വേണ്ട, വാ പോവാം. ബാ ചെറുക്കാം. ഇനിയാണ് ദ റിയൽ ബാറ്റിൽ. ചേട്ടനും ചേച്ചിയും വീട്ടിൽ വരുന്നത് വരെ ഞാനാണ് ഇതിന്റെ കെയർ ടേക്കർ. അമ്മ എന്നാക്കാൻ പോവാ? നിന്നെ സഹിക്കാൻ പോവാ. ഞാൻ ഹാപ്പിയാ. ഇതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങൾ പലതും ഉണ്ട്, അതൊന്നും എടുക്കല്ലേ. വന്നടി. ഇനി അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഈ റൂമിൽ പല സാധനങ്ങളും കാണും, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും. അതൊന്നും തൊടാൻ പോവല്ലേ കേട്ടോ. കഴിഞ്ഞ ദിവസം മെമ്മറി കാർഡ് അടിച്ച് മാറ്റിയ പോലെ ഒന്നും ചെയ്യല്ലേ കേട്ടോ. ആ ശരി. എടി, നിന്റെയൊക്കെ പ്രായത്തിൽ ഞാൻ നടന്ന സ്കൂളിൽ പോയത്. ഈ പിള്ളേരെ നോക്കുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. നമ്മൾ ഇവരുടെ ഭാഷ ഡീകോഡ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. ഇവരുടെ ഈ ചിട്ടയ്ക്ക് അനുസരിച്ച് നമ്മൾ നിൽക്കണം അല്ലേ? ആ, അത് വലിയ പാടാ. വില അറിയാവോ? അതല്ല, ഇത് വേറെ, ഇത് ശാസ്ത്രീയ സംഗീതം.
ഇത് ശാസ്ത്രീയമായ സംഗീതം. ആര് പറഞ്ഞു മ്യാവോക്ക് ഇപ്പൊ വന്നത്? അമ്മ വിളിക്കുന്ന അമ്മ. ഹലോ 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 ഉള്ളതല്ലേ നിനക്ക് മനസ്സിലായിട്ടാണോ? ഇത് 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇച്ചിരി പാലും തിളപ്പിച്ചു കൊടുത്ത് എന്തെങ്കിലും ഏത്തപ്പഴം എന്തെങ്കിലും കഴിച്ചു കൊടുത്തേക്ക്. എന്തെങ്കിലും കഴിക്കാനെടുത്ത് കൊടുത്തേക്കണേടാ. ആ ഒരു പാക്കറ്റ് ലേസ് കൊടുത്താൽ മതിയോ? ആട്ടിന് ആ എന്നാ ശരി. നിനക്ക് ലേസ് വേണോ പാല് വേണോ? എന്താ വേണ്ടേ? എന്തേലും ഒന്ന് പറ. വേണ്ട. പയ്യെ പയ്യെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു തുടങ്ങി. ആൾക്ക് എന്നോട് ചെറിയൊരു ബഹുമാനക്കുറവുണ്ട്. അല്ല അല്ല പക്ഷെ അതൊക്കെ മാറ്റിയെടുത്ത് നല്ലത് പറയിപ്പിക്കാൻ എൻ്റെ ഒരു വഴിയുണ്ട്. മ്യാവിനെ വരയ്ക്കണമെങ്കിൽ നമ്മൾ കറക്റ്റ് ഡയമീറ്ററിൽ ഒരു സർക്കിൾ വരയ്ക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? എന്നിട്ട് ഇവിടുന്ന് ഒരു സർക്കിള് പോലത്തെ ഒരു സാധനം കൂടെ വരയ്ക്കുക. വരച്ച് ഇനി നമ്മൾ ഇതാണ് ക്രൂഷ്യൽ പോയിന്റ്. നമ്മൾ ഇത്രയും വരച്ച് കഴിയുമ്പോഴേക്കും ഇത് ഉറുമ്പ ഇത് മ്യാവാന്ന് വിചാരിച്ചാൽ അങ്ങനെ എനിക്ക് തീർത്തിട്ട് പോയാൽ മതി. അങ്ങനെ ഞാൻ സമ്മതിക്കത്തില്ല. തീർന്നില്ല. ഇതാണ് ക്രൂഷ്യൽ പോയിന്റ്. ഇവിടെ വെച്ച് നിർത്തില്ല. ചൊറിയുന്നു. ചൊറിഞ്ഞ് ഞാൻ തരാം. മതിയോ? ഇനിയാണ് ക്രൂഷ്യൽ പോയിന്റ്. പൂച്ചയ്ക്ക് ഒരു സാധനമുണ്ട്. എന്താണെന്നറിയാമോ? എന്നാ എന്നാ മോനെ സുഖമാണോ? പൂച്ചയ്ക്ക് മീശ വരയ്ക്കണം. 1 2 3 ഇങ്ങോട്ട്, 1 2 3 ഇങ്ങോട്ട്. ചെവി വരച്ചാൽ മ്യാവ് റെഡി. എടി ഇതൊക്കെ എന്നെ പോലെയുള്ള വിവരമുള്ളവരുടെ കൂടെ നിന്നാൽ ഇതൊക്കെ നിനക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ചിലപ്പോൾ കുറെ പേര് പറയുമായിരിക്കും അച്ചോടാ ക്യൂട്ടാണല്ലോ, ക്യൂട്ടി പൈ എന്നൊക്കെ. പക്ഷെ എന്നാൽ റിയാലിറ്റി അതല്ല. മര്യാദ തരുന്നോ? അതിങ്ങന്നേ അതിങ്ങന്നേ അല്ല വേണ്ട ഇങ്ങനെ വേണ്ടതാ. അത് കൊടുക്കില്ല. അതിതാ അതിങ്ങ തരുന്നോ നിനക്ക് നല്ലത്? അടി അതിങ്ങന്നേ. കുഞ്ഞെന്തിനാ എന്നെ ഇടിച്ചത്? എന്റെ കിളി പോയി. നിന്റെ കളിപ്പാട്ടല്ല അവന്റെ മുറിയിലെടുത്ത് വെച്ചിരിക്കും അവൻ. നാണയില്ലാത്തവൻ. ചിലർ പറയുന്നത് എനിക്ക് പക്വതയില്ല, ഞാൻ മെച്ചോർഡല്ല, ഞാൻ ഭയങ്കര കുട്ടിക്കളിയാണെന്ന്. അതൊക്കെ ചുമ്മാ ആൾക്കാർ പറഞ്ഞു. അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. ചേട്ടനും ചേച്ചിയും വീട്ടിലെത്തി. അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുവാണ്. ഞങ്ങൾ തമ്മിൽ എടാ പോടാ ബന്ധമാണെങ്കിലും വീട്ടിൽ ഇതുപോലൊരു ചെറിയ മനുഷ്യനുണ്ടെങ്കിൽ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല. ഹാവ് എ ഗുഡ് ഡേ.